ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചൂട് കിട്ടുന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റവ വാട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ് റവയാണ് കേട്ടോ എടുക്കുന്നത്. അതായത് 250 ml കപ്പിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിലെടുത്താലും മതി. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് നമ്മൾ പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂണ് ഇനി നമ്മൾക്ക് വേണ്ടത് ആ ഒരു ഓയിലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങയുണ്ടല്ലോ, അതും കൂടി നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. അത് നന്നായി വറവായിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു തേങ്ങ വറവായി വരുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം വരെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കണം. ഇനി ഈ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 250 ml കപ്പിൽ നമ്മളുടെ റവ ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, എന്നാലും ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. അതായത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപ്പുമാവിലേക്ക് തേങ്ങ നമ്മൾ വറുത്തെടുക്കാറില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ അതുപോലെയല്ല, നമ്മൾ തേങ്ങ ആദ്യം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം ഈ ഒരു ഉള്ളിയും സവാളയും തേങ്ങയും വേണമെന്നുണ്ടെങ്കിൽ വഴറ്റിയിട്ടെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ചേർത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് വേവിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒന്ന് നന്നായിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതിലുപോലെ തന്നെ കൈ വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. വട പോലെ ആ ഒരു ഷേപ്പിൽ നടുവിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളിയുണ്ട് കാണാൻ തന്നെ. ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഓരോ വട നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി തീ ഒരിക്കലും കുറച്ചിട്ട് വെക്കേണ്ട കേട്ടോ. നല്ല തിള വരുമ്പോഴത്തന്നെ നമ്മൾ ഇത് ഇട്ടിട്ട് കൊടുക്കണം. അതായത് വെന്തെടുത്തിട്ടുള്ള സാധനങ്ങളാണല്ലോ. ഞാൻ തീ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുപോലെയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഒരിക്കലും തീ കുറച്ചിട്ട് വെക്കേണ്ട. തീ കുറച്ചപ്പോൾ എനിക്ക് സംഭവിച്ചത് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ തീ കൂട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് നിങ്ങളെ കാണിച്ചത് കേട്ടോ. തീ ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് വെക്കരുത്. നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കോരിയെടുക്കുകയും ചെയ്യുക, ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് കട്ടനൊപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ട് 4 മണി ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി വടയാണ് കേട്ടോ, റവ വടയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ കേട്ടോ.